ഒരു നിയമമുണ്ടാക്കിയാൽ അതിനെ എങ്ങനെ മറികടക്കാം? അല്ല, തകർക്കുകയല്ല, അതിവിദഗ്ധമായി അതിലെ പഴുതുകൾ കണ്ടെത്തുക. അങ്ങനെ ഒരു കഥയുണ്ട് നമ്മുടെ പുരാണത്തിൽ. കേവലമൊരു കഥയല്ല, ശരിക്കും പറഞ്ഞാൽ നിയമങ്ങളെ എങ്ങനെ വളച്ചൊടിക്കാം എന്നതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയാണിത്. അപ്പോ ചോദ്യമിതാണ്, കൊല്ലാനേ പറ്റാത്ത രീതിയിലുണ്ടാക്കിയ ഒരു ജീവിയെ നിങ്ങളെങ്ങനെ കൊല്ലും? ആലോചിച്ചു നോക്കൂ, ഇതൊരു കടങ്കഥ പോലെയാണ്. ഈയൊരു ചോദ്യം മനസ്സിലിരിക്കട്ടെ, നമുക്കിതിന്റെ ഉത്തരം ഈ കഥയിലൂടെ പതിയെ കണ്ടെത്താം. അപ്പം നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് ഒരു ഹീറോയിൽ നിന്നല്ല, മറിച്ച് ഒരു വില്ലനിൽ നിന്നാണ്. ഹിരണ്യകശിപു എന്ന അസുരരാജാവ്. ഇദ്ദേഹത്തിന് മരണത്തെ വല്ലാത്ത പേടിയായിരുന്നു. കാരണം എന്താണെന്നോ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെട്ടത് നിയമത്തിലൊരു പഴുതുപയോഗിച്ചായിരുന്നു. അപ്പോ ഹിരണ്യകശിപു തീരുമാനിച്ചു, തനിക്കാ ഗതി വരരുത്, ഒരിക്കലും. അങ്ങനെ സഹോദരന്റെ മരണം ഹിരണ്യകശിപുവിന്റെ ഉള്ളില് ഒരു പ്രതികാരത്തിന്റെ തീ ആളിക്കത്തിച്ചു. ആ തീയിൽ നിന്നാണ് ഒരൊറ്റ ലക്ഷ്യം ഉടലെടുക്കുന്നത്: അമരത്വം. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതെന്താണെന്നോ, 11,000 വർഷം, അത്രയും കാലം നീണ്ട കഠിനമായ തപസ്. ഒടുവിൽ സൃഷ്ടാവായ ബ്രഹ്മാവ് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോ ഹിരണ്യകശിപു തന്റെ ആവശ്യം പറഞ്ഞു. പക്ഷേ ഹിരണ്യകശിപു വെറുതെ എനിക്ക് അമരത്വം വേണം എന്ന് ചോദിക്കുകയല്ല ചെയ്തത്. അല്ല, അതിലും എത്രയോ ബുദ്ധിമാനായിരുന്നു അയാള്. ഒരു വക്കീല് ഒരു കരാർ എഴുതുന്നതുപോലെ ഓരോ വാക്കും സൂക്ഷ്മമായി തിരഞ്ഞെടുത്ത് ഭാവിയിൽ വരാവുന്ന എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ട് മരണത്തിനെതിരെ ഒരു ഉരുക്കു കോട്ട പണിയുകയായിരുന്നു അയാൾ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടുനോക്കൂ. ഹേ സൃഷ്ടാവേ, എന്നെ അനുഗ്രഹിക്കൂ. ദേവന്മാർക്കോ അസുരന്മാർക്കോ എന്നെ കൊല്ലാൻ കഴിയരുത്, മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ കഴിയരുത്, രാവിലോ രാത്രിയിലോ അരുത്, വീടിനകത്തോ പുറത്തോ വെച്ച് അരുത്. കണ്ടില്ലേ, ഓരോ നിബന്ധനയും എത്ര കൃത്യമായാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോ ഇതായിരുന്നു അമരത്വത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചെക്ക് ലിസ്റ്റ്. ദേവന്മാര് പറ്റില്ല, അസുരന്മാര് പറ്റില്ല, മനുഷ്യരും മൃഗങ്ങളും ഔട്ട്, പകലും രാത്രിയും നടക്കില്ല, വീടിനകത്തും പുറത്തും വെച്ചും പറ്റില്ല, ആകാശത്തും ഭൂമിയിലും പറ്റില്ല, വെള്ളത്തിലും കരയിലും പറ്റില്ല, പോരാത്തതിന് ലോഹമോ കല്ലോ മരമോ കൊണ്ടുള്ള ആയുധങ്ങളും ഏൽക്കരുത്. ചുരുക്കി പറഞ്ഞാൽ മരണത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചു. ഒറ്റനോട്ടത്തിൽ ഇത് ഭേദിക്കാനേ കഴിയില്ലല്ലേ? ഈ വരം കിട്ടിയതോടെ ഹിരണ്യകശിപു ഒരു സ്വേച്ഛാധിപതിയായി. പ്രപഞ്ചം മുഴുവൻ അയാളെ പേടിച്ചു വിറച്ചു. പക്ഷേ ഏറ്റവും വലിയ ഭീഷണി വന്നത് എവിടെ നിന്നാണെന്നോ? പുറത്തുനിന്നല്ല, സ്വന്തം വീട്ടിൽ നിന്ന്. സ്വന്തം മകൻ പ്രഹ്ലാദൻ. അവന്റെ ഏറ്റവും വലിയ ആരാധനാപാത്രം ആരായിരുന്നെന്നോ? ഹിരണ്യകശിപുവിന്റെ ബദ്ധശത്രുവായ സാക്ഷാൽ മഹാവിഷ്ണു. അപ്പോ ഇവിടെ അച്ഛനും മകനും 2 ധ്രുവങ്ങളിലായി. അച്ഛൻ ഹിരണ്യകശിപു വിഷ്ണുവിനെ വെറുക്കുന്നു, പരമമായ അധികാരം തനിക്കാണെന്ന് വിശ്വസിക്കുന്നു. മറുവശത്ത് മകൻ പ്രഹ്ലാദൻ പറയുന്നു, വിഷ്ണുവാണ് യഥാർത്ഥ സത്യം, എല്ലാവരുടെയും പിതാവ്. ഹിരണ്യകശിപു സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, വിഷ്ണു എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. അച്ഛന്റെ അധികാരത്തിനു മുകളിൽ ഒരു സത്യമുണ്ടെന്ന് ആ മകൻ വിളിച്ചു പറഞ്ഞു. ഇതു കേട്ട് ഹിരണ്യകശിപുവിന് ദേഷ്യം സഹിക്കാനായില്ല. സ്വന്തം മകന്റെ ഈ ഭക്തി അയാളെ ഭ്രാന്തു പിടിപ്പിച്ചു. ഒടുവിൽ അയാൾ പ്രഹ്ലാദനെ കൊല്ലാൻ ഉത്തരവിട്ടു. പക്ഷേ എന്തു ചെയ്തിട്ടും പ്രഹ്ലാദനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഓരോ തവണയും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊരു സാധാരണ രക്ഷപ്പെടലല്ല, എന്തോ ഒരു ദൈവീകമായ ശക്തി അവനെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പതിയെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. എന്തൊക്കെ ശ്രമങ്ങളാണെന്നോ നടത്തിയത്? ആനകളെക്കൊണ്ട് ചവിട്ടിക്കാൻ നോക്കി, വിഷപ്പാമ്പുകളെക്കൊണ്ട് കടിപ്പിച്ചു, മലമുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു, കടലിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു, ഭക്ഷണത്തിൽ വിഷം കൊടുത്തു, ആയുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഓരോ തവണയും വിഷ്ണുവിന്റെ അദൃശ്യമായ ഒരു കരം പ്രഹ്ലാദനെ രക്ഷിച്ചു. അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ഹിരണ്യകശിപു നിസ്സഹായനായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരി ഹോലിക ഒരു പൈശാചികമായ പ്ലാനുമായി മുന്നോട്ടു വരുന്നത്. ഹോലിക്കയ്ക്ക് ഒരു പ്രത്യേക വരം കിട്ടിയിരുന്നു. എന്താണെന്നോ, തീ അവളെ ഒന്നും ചെയ്യില്ല. അപ്പോ അവളുടെ പ്ലാൻ ഇതായിരുന്നു: പ്രഹ്ലാദനെയും മടിയിലിരുത്തി ഒരു വലിയ ചിതയിൽ കയറിയിരിക്കുക. തീ ആളിക്കത്തുമ്പോൾ വരത്തിന്റെ ശക്തി കൊണ്ട് താൻ രക്ഷപ്പെടും, പക്ഷെ പ്രഹ്ലാദൻ വെന്തുമരിക്കും. ഇതായിരുന്നു ആ ക്രൂരമായ പദ്ധതി. പക്ഷേ കഥയിലൊരു ട്വിസ്റ്റ് സംഭവിച്ചു. വരങ്ങൾ ദുരുപയോഗം ചെയ്യുമ്പോൾ അവയുടെ ശക്തി നഷ്ടപ്പെടും. ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത്. വിഷ്ണുനാമം ജപിച്ചിരുന്ന പ്രഹ്ലാദൻ തീയിലൊരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ സ്വന്തം വരത്തിൽ അഹങ്കരിച്ച് ഒരു കുട്ടിയെ കൊല്ലാനിറങ്ങിയ ഹോലിക അതേ തീയിൽ വെന്തു ചാമ്പലായി.
സഹോദരിയും കൺമുന്നിൽ വെന്തു മരിച്ചത് കണ്ടപ്പോൾ ഹിരണ്യകശിപുവിന്റെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. കോപം കൊണ്ട് വിരച്ച അയാൾ പ്രഹ്ലാദനെ ഒരു തൂണിനടുത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇനി നിന്നെ ഞാൻ തന്നെ കൊല്ലും എന്ന് അലറിക്കൊണ്ട് അയാൾ അവസാന വെല്ലുവിളിക്ക് തയ്യാറായി. പക്ഷെ അപ്പോഴും പ്രഹ്ലാദന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൻ വളരെ ശാന്തനായി പറഞ്ഞു, അവൻ സർവ്വവ്യാപിയാണ്, അവൻ ഈ തൂണിലുമുണ്ട്. അത് കേട്ട് ഹിരണ്യകശിപു പുച്ഛത്തോടെ ചിരിച്ചു. ഈ തൂണിലോ നിന്റെ വിഷ്ണു എന്ന് ചോദിച്ച് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗദ കൊണ്ട് ആ തൂണിൽ ആഞ്ഞൊരടിയടിച്ചു. അടുത്ത നിമിഷം ആ കൂറ്റൻ തൂൺ ഒരു വലിയ ശബ്ദത്തോടെ നടുവെ പിളർന്നു. ആ പിളർന്ന തൂണിന്റെ ഉള്ളിൽ നിന്ന് ആരും അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിവരണങ്ങൾക്കും ഒതുങ്ങാത്ത ഒരു രൂപം ഉയർന്നുവന്നു. തുടക്കത്തിൽ നമ്മൾ ചോദിച്ച ആ അസാധ്യമായ ചോദ്യത്തിനുള്ള അതിബുദ്ധിപരമായ എന്നാൽ അല്പം ഭയാനകമായ ഉത്തരം. ഇതാണ് ഈ കഥയുടെ ഏറ്റവും മികച്ച ഭാഗം. ഹിരണ്യകശിപു ഉണ്ടാക്കിയ ഓരോ നിയമവും എങ്ങനെയാണ് ഇവിടെ മറികടന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഒന്നാമത്തെ നിയമം, മനുഷ്യനോ മൃഗമോ കൊല്ലരുത്. പരിഹാരം, പകുതി മനുഷ്യനും പകുതി സിംഹവുമായ നരസിംഹം. അടുത്തത്, വീടിനകത്തോ പുറത്തോ വെച്ച് കൊല്ലരുത്. അതിനുള്ള പരിഹാരം, രണ്ടിനും ഇടയ്ക്കുള്ള വാതിൽപ്പടിയിൽ വെച്ച്. പകലോ രാത്രിയോ അരുത് എന്നായിരുന്നു അടുത്ത നിയമം. അതിനും കിട്ടിയ ഉത്തരം, രണ്ടുമല്ലാത്ത സന്ധ്യാസമയത്ത്. ഭൂമിയിലോ ആകാശത്തോ പാടില്ല. അപ്പോൾ നരസിംഹം അവന് സ്വന്തം മടിയിൽ വെച്ചു. അവസാനമായി, ലോഹം, കല്ല്, മരം കൊണ്ടുള്ള ആയുധങ്ങൾ പാടില്ല. അതിനുമുണ്ടായിരുന്നു വഴി, സ്വന്തം നഖങ്ങൾ ഉപയോഗിച്ച്. കണ്ടില്ലേ, ഓരോ നിയമത്തിനും എന്ത് കൃത്യമായ മറുപടിയാണ് കൊടുത്തതെന്ന്. അങ്ങനെ ആ അസുരരാജാവിനെ അവന്റെ കുടൽമാല വലിച്ചെടുത്തു വധിച്ചു. അതോടെ ഭൂമിയിൽ ശാപം മൂലം ജനിക്കേണ്ടി വന്ന വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയവിജയന്മാരുടെ ആദ്യത്തെ ജന്മം അവസാനിച്ചു. അപ്പോ ഈ കഥ കേട്ട് കഴിയുമ്പോ നമ്മുടെ മനസ്സില് ഒരു ചോദ്യം വരും, അല്ലേ? കുറ്റമറ്റ ഒരു പഴുതുമില്ലാത്ത ഒരു നിയമമുണ്ടാക്കിയാൽ അത് അനീതിയെ തടയുകയാണോ ചെയ്യുക? അതോ നീതി നടപ്പാക്കാൻ കൂടുതൽ സർഗാത്മകമായ വഴികൾ കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണോ ചെയ്യുക? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?